ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഒരേ ഒരു വഴുത് കേട്ട മഹദിയാണ്. ആരാണ് ആ പെണ്ണെന്നറിയുമോ? ഫിറഔനിന്റെ ഭാര്യയായ ആസിയ. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിറഔൻ തന്നതാ ഞാനാണ് അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ ഫിറഔനിന്റെ ഭാര്യയാണ് ആസിയ. ആ ആസിയയെ കൊണ്ട് പഠിക്കാനാണ് അല്ലാഹു ഖുർആനിൽ എല്ലാവരോടും പറഞ്ഞത്. ആസിയ ബീവി ജീവിച്ചത് എവിടെയാ പെങ്ങള്? ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര ജീവിതം നയിച്ച ഫിറഔനിന്റെ കൊട്ടാരത്തിലാ. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര ജീവിതം നയിച്ചവനാണ്. കരയിൽ കടന്ന് വ്യഭിചരിച്ചിട്ടും മതിവരാതെ കടലിൽ പോയി വ്യഭിചരിച്ചവനാ ഫിറഔൻ. ആ ഫിറഔനിന്റെ കൊട്ടാരത്തിലാണ് ആസിയ ജീവിച്ചത്. മൂന്നാമത് പഠിക്കേണ്ട കാര്യം എന്തെന്നറിയുവോ? അല്ലാഹ് എന്ന് പറഞ്ഞ തലവെട്ടുന്നവനാ. ഞാനാണ് റബ്ബെന്ന് പറഞ്ഞു നടക്കുന്നവന്, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞു നടക്കുന്നവന്, അവനല്ലാതെ വേറൊരു റബ്ബുണ്ടെന്ന് പറയുന്നവനെ കൊല്ലുന്നവനാണ്. പടച്ചവനെ, പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും കൊന്നുകളഞ്ഞവനാണ് ഫിർഔൻ. ആ ഫിർഔനിന്റെ കൊട്ടാരത്തിലാണ് ആസിയ ജീവിച്ചത്. ആസിയ കേട്ടത് സിറാജിന്റെ വഴതല്ല. ആരുടെ വഴതാണ് കേട്ടതെന്നറിയുമോ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രഭാഷണമാണ് കേട്ടത്. ആ പ്രസംഗം കേട്ടപ്പോഴാണ് ആസിയയുടെ ഈമാൻ ഉറച്ചത്. അതുകൊണ്ട് പെങ്ങളെ, വഅദെന്ന് പറഞ്ഞാൽ അങ്ങനെയാ. പക്ഷേ വഅദ് പറയുന്നവനും വഅദ് കേൾക്കുന്നവനും നന്നാകാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ? വഅദ് കേൾക്ക് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ചിരിച്ചുകൊണ്ടാ പോകുന്നത്. അല്ലാഹുവേ, പണ്ടൊക്കെ വഅദ് കഴിഞ്ഞു പോകുമ്പോ വഅദിന്റെ മജ്‌ലിസിൽ നിന്ന് മയ്യത്ത് കൊണ്ടുപോകുമായിരുന്നു എന്ന കഥകളെ പറയുകയോ ചരിത്രങ്ങളെ പറയുകയോ. പടച്ചവനെ, നിറകണ്ണുകളോടെ കരഞ്ഞുകൊണ്ട് പോകുന്ന വഅദിന്റെ മജ്‌ലിസുകൾ ഉണ്ടോ? എന്നാൽ ഇന്നത്തെ വഅദ് കഴിഞ്ഞു പോകുമ്പോ അല്ലാഹുവേ, തലയിലിട്ടിരിക്കുന്ന ഷാൾ ഊരിയിട്ട് ഫർദ ഇങ്ങനെ കറക്കിക്കൊണ്ടാ പെങ്ങള് പോകുന്നത്. കൂട്ടത്തോടെ തമാശ പറഞ്ഞ ആണുങ്ങള് പോകുന്നത്. എന്തേ നന്നാകാത്തതിന്റെ കാരണം എന്തെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഖുർആനിലെ ഒരായത്ത് കേട്ടപ്പോഴാടാ നന്നായത്.